എല്ലാവർക്കും നമസ്കാരം. എട്ടാമത് പോഷൻ പക്കാടിയുടെ ഭാഗമായിക്കൊണ്ട് നാളിതുവരെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ആ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നേതൃത്വം കൊടുത്ത എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും ഹെൽപ്പേഴ്സിനും പോഷകഭാഷയുടെ വിഷു ആശംസകൾ നേരുകയാണ്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുലരിയിലേക്ക് കണിക്കൊന്നകൾ പൂത്തൊലിയുന്നത് പോലെ ഏവർക്കും ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞ വിഷു ആശംസകൾ. നമുക്കറിയാം, പോഷൻ പക്കോടയുടെ ഭാഗമായി 2 ആഴ്ച കാലമുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ അംഗൻവാടികളിലൂടെ ഇനി ചെയ്ത് പൂർത്തിയാക്കാനുള്ളത്. ഓരോ ദിവസങ്ങളിലും നമ്മൾ നൽകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ആസ്പദമാക്കിക്കൊണ്ട് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി പോഷൻ പക്കോടയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തുടരണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ആയതുകൊണ്ട് തന്നെ വിഷു ദിനത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യമല്ല, മറിച്ച് നമ്മളെ വീട്ടിലെ ആഘോഷം നമ്മളെ ഗുണഭോക്താക്കളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അതായത് പോഷൻ പക്കാടയുടെ ഭാഗമായി ഗുണഭോക്താക്കൾ തയ്യാറാക്കിയ പോഷകസമൃദ്ധമായ വിഷു കഞ്ഞിയുടെ ഫോട്ടോകൾ സ്വീകരിച്ച് അവ പരിശോധിച്ച് മികച്ചവ തിരഞ്ഞെടുക്കുക, അംഗൻവാടിയിൽ പ്രദർശിപ്പിക്കുക. പറ്റുമെങ്കിൽ അവർക്ക് നല്ലൊരു പ്രോത്സാഹന സമ്മാനം, അത് ഓപ്ഷണൽ മാത്രമാണ്. ഇതാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനം. പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ടീച്ചേഴ്സിന് ഒരു സന്ദേശം അത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചാൽ മാത്രം മതിയാവും. അതിൽ നിന്നും നമ്മളെ ഗുണഭോക്താക്കളെ വിഷു ആഘോഷിക്കുന്ന, വിഷുക്കഞ്ഞി വെച്ച് ആഘോഷിക്കുന്ന അതിൻ്റെ ഫോട്ടോ, വിഷുക്കഞ്ഞിയുടെയോ വിഷു സദ്യയുടെയോ പോഷക ഗുണമുള്ള ആ സദ്യ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൃത്യമായി രേഖപ്പെടുത്തുക. അതാണ് നമ്മളുടെ നാളത്തെ പ്രവർത്തനമെന്ന് പറയുന്നത്. ഫോട്ടോ ശേഖരിക്കേണ്ടത് സാധാരണ വാട്സപ്പ് വഴി നിങ്ങൾ കളക്ട് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ ഫോട്ടോയ്ക്കൊപ്പം അവരുടെ പേര്, ആ ഗുണഭോക്താവിൻ്റെ, നമുക്ക് കുട്ടിയാണ് ഗുണഭോക്താവെങ്കിൽ ആ കുട്ടിയുടെ പേര് കൂടി ചേർക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക. പിന്നെ പരിശോധനാ മാനദണ്ഡങ്ങളാണ്. അതായത് ഫോട്ടോകൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ടീച്ചേഴ്സ് അറിയണം. അതായത് പോഷക മൂല്യമുണ്ടോ എന്നുള്ളത് അറിയുക. ഓരോ വിഷുക്കഞ്ഞി ചേർക്കുന്ന സമയം വിഷുക്കഞ്ഞിയിൽ ചേർത്തിരിക്കുന്ന ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്താണ് എന്നുള്ളത് വിശദീകരിച്ച് തന്നെ ഗുണഭോക്താക്കളിൽ നിന്ന് സ്വീകരിക്കണം. പ്രസൻറ്റേഷൻ വൃത്തിയുള്ളതും ആകർഷകവുമായിട്ടുള്ള ഒരു ഒരുക്കം അതിന് വേണ്ടതാണ് എന്നുള്ളത് നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കുമ്പോൾ മാനദണ്ഡമാക്കി എടുക്കുക. പിന്നെ ഹൈജീൻ, വൃത്തിയുള്ള പാത്രമാണോ പരിസരമാണോ, ഇതെല്ലാം ഫോട്ടോയിൽ പതിയുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കണം. കുടുംബ പങ്കാളിത്തം, കുഞ്ഞിനൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ടുള്ള പോഷക കഞ്ഞി നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു സാഹചര്യം കൂടെ നമ്മൾ ഉറപ്പാക്കുക. അതിനുശേഷം മികച്ചവ തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് 5 or 10 മികച്ച ഫോട്ടോകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. പരമാവധി എത്ര നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ ബെസ്റ്റ് ന്യൂട്രീഷ്യസ് റെസിപ്പി, അതേപോലെ ബെസ്റ്റ് പ്രസൻറ്റേഷൻ, ഫാമിലി പാർട്ടിസിപ്പേഷൻ, എങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് സ്വീകരിക്കാവുന്നതാണ്. പ്രദർശനം, അംഗനവാടിയിൽ ഒരു പ്രത്യേക കോർണർ സജ്ജമാക്കിക്കൊണ്ട് വിഷുക്കഞ്ഞി പ്രദർശനം അല്ലെങ്കിൽ പോഷകാഹാര പ്രദർശനം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഫോട്ടോസ് പിന്നീട് നിങ്ങളുടെ അംഗനവാടിയിൽ തന്നെ അത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. അത് അവർക്കൊരു അംഗീകാരമായി മാറും. ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം പോഷൻ പക്കാടിയുടെ ഭാഗമായിട്ടാണ്. അതിലുപരി ബോധവൽക്കരണമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കാരണം വിഷുക്കഞ്ഞിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്താണെന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നു. ജങ്ക് ഫുഡ് ഒഴിവാക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയുന്നു. ചെറിയ ക്ലാസ് അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടി പിന്നീട് നിങ്ങൾക്ക് ഈ കളക്ട് ചെയ്ത ഈ ഫോട്ടോയെ ആസ്പദമാക്കിക്കൊണ്ട് വിഷുക്കഞ്ഞിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ വിഷയം വരുമ്പോൾ സംസാരിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൃഷ്ടിപരവും പങ്കാളിത്തപരവുമായിട്ടുള്ള പ്രദർശനം സംഘടിപ്പിച്ചാൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തം, കുട്ടികളുടെ പോഷകാഹാര ബോധം ഇവയെല്ലാം തന്നെ വർദ്ധിപ്പിക്കാനും ഇത് നമ്മൾ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് നമ്മൾ നാളെ കൃത്യമായി നടപ്പിലാക്കേണ്ടത്. നമ്മളെ ഗുണഭോക്താക്കളിലേക്ക് ഒരു സന്ദേശം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അയച്ചാൽ മതി. ആ സന്ദേശത്തിൻ്റെ മാതൃക വേണമെങ്കിൽ നമ്മളെ പോഷകഭാഷയുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് നിങ്ങൾക്ക് കിട്ടും. അത് ജസ്റ്റ് നിങ്ങളതൊന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ആ ഗുണഭോക്താക്കൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരും. പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് എഡിറ്റ് ചെയ്യാനോ ടൈപ്പ് ചെയ്യാനോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നാളെ വിഷു അവധിയാണ്, ഞങ്ങൾക്ക് അവധി വേണ്ടേ, ഞങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ കൂടെ ചെയ്തു തരുന്നത്. അപ്പോൾ കൃത്യമായി നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഡീറ്റെയിൽസൊക്കെ കിട്ടും. നമുക്ക് യൂട്യൂബിൽ നമുക്ക് ഇത്തരത്തിൽ എഡിറ്റ്
മറ്റ് ഓപ്ഷൻ ഇല്ല, അങ്ങനെ വേർഡിങ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് തരാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് ചാനലിലേക്ക് അയക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് അത് വാട്സപ്പ് ഫോർവേഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുണഭോക്താക്കളിലേക്കും അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് നമ്മൾ നാളെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു തരത്തിലും നിങ്ങളെ വിഷു ആഘോഷത്തെ തടസ്സമാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. മറിച്ച് നിങ്ങൾ ആഘോഷിക്കുന്ന വിഷുദിനത്തിൽ നമ്മളെല്ലാവരും ഒരു ഭാഗമാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ ജനങ്ങളിലേക്കും ഗുണഭോക്താക്കളിലേക്കും സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടിയായി മാറുമെന്നുള്ളതാണ്. ആ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നല്ല രീതിയിൽ നടത്തുക. അതുപോലെ തന്നെ ഈ വിഷു ദിവസം നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ജനാന്തോളം ഡാഷ്ബോർഡ് എൻട്രി ഉണ്ട്. അതും കൂടെ കൃത്യമായി ടീച്ചേഴ്സ് ഓർമ്മയോടുകൂടെ എൻ്റർ ചെയ്ത് അവസാനിപ്പിക്കണം. അത് ആക്ടിവിറ്റി എന്താണ്, അതിൻ്റെ തീം എന്താണ്, ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായി അത് മനസ്സിലാക്കി ഈ ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്ത് വിടുക. താങ്ക് യു.